ഹലോ, എല്ലാവർക്കും ഗൗരീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്കാണ്. സ്നാക്ക് എന്ന് പറയുമ്പോൾ ബർഗറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബർഗറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കി നമുക്കത് അതിൻ്റെ പാറ്റീസ്, അതിൻ്റെ ഫില്ലിങ്ങിൽ വെക്കാനായിട്ടുള്ള ഒരു പാറ്റീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് പിന്നെ വേണ്ടുന്നത് ഒരു ക്യാരറ്റാണ്. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് ആ ആവിയിൽ തന്നെ ഇരുന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1-2 ബീൻസ് ഉണ്ടെങ്കിൽ അതുകൂടി അരിഞ്ഞ് ചേർത്തോളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ വേകാനുള്ള ഉപ്പൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയത്. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചേക്കുന്നതാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തതായതുകൊണ്ട് അധികം പിന്നീട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിൽ ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എൻ്റെ ആദ്യത്തെ വീഡിയോ ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്തും. അപ്പോൾ കുറച്ചുകൂടെ കട്ട്ലേറ്റിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു പാറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നേ ഉള്ളൂ. ഈ പാറ്റീസ് പല മെത്തേഡിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, പിന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പാറ്റീസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ മതി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പരത്തി വെച്ചേക്കുന്ന ഈ പാറ്റീസ്, അതായത് ഈ കട്ട്ലറ്റിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കുറച്ചുകൂടെ കട്ടിക്ക് നല്ല തിക്നെസ്സോടുകൂടി പരത്തിയെടുത്തതാണ്. അപ്പോൾ അതൊരു കുറച്ച് ബ്രെഡ് പൊടിയിൽ മുക്കി എടുത്തതാണ്. അപ്പോൾ അത് 2 വശവും നന്നായിട്ട് മൊരിയുന്ന അതുപോലെ ആക്കി എടുക്കണം, വറുത്ത് കോരണം. അപ്പോൾ ഒരുപാട് തീ ഇതിന് വേണ്ട, കാര്യം ഇതെല്ലാം വെന്തതാണ്. ആവശ്യത്തിന് മാത്രം 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് വെക്കാനുള്ള പാറ്റീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബർഗർ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ബണ്ണാണ്, ബർഗർ ബണ്ണാണ്. അപ്പം ഞാനിത് വീട്ടിൽ തന്നെ ബൺ ഉണ്ടാക്കി കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഒരു തവയിൽ എല്ലാ ബണ്ണും ഒന്ന് മുരിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ മുരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു ബോട്ടം പീസ് എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് സോസ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. മയണൈസ് സോസ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേശ്ശായിട്ട് ഇതിൽ തേച്ച്, അതല്ലെങ്കിൽ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ്, സവോള,
പിന്നെ ടൊമാറ്റോ, പിന്നെ നമുക്ക് കുക്കുംബർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെറ്റ്യൂസ് ലീവ്സ് ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ലെറ്റ്യൂസ് ലീവ്സ് നമ്മൾ ഇതിനകത്ത് വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു ചീസ് ഷീറ്റ് വെച്ചു, അതിൻ്റെ മുകളിൽ ലെറ്റ്യൂസ് ലീവ്സ്, പിന്നെ അതിന് മുകളിലായിട്ട് നമ്മളുണ്ടാക്കിയ പാറ്റീസ്. പിന്നെ ഇതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടൂത്ത് പിക്കിലേക്ക് ഒരു ചെറിയും ക്യാരറ്റും ഒരു കുക്കുംബറും കൂടെ വെച്ച് അലങ്കരിക്കും. അപ്പോൾ ഇത് കണക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ, നമ്മൾ കടയിലൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഈ ബണ്ണ് ഉൾപ്പെടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയൊരു വീഡിയോയിൽ ഇതിൻ്റെ ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ബർഗറൊക്കെ കഴിക്കണമെന്ന് വാശി പിടിക്കുന്ന പിള്ളേർക്ക് കടയിൽ കൊണ്ടുപോകാണ്ട് വല്ലപ്പോഴുമൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ മാക്സിമം നമ്മൾ പണ്ട് കാലത്തെ നമ്മൾ ഇലയട അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഭക്ഷണമില്ലേ, സ്നാക്കുകളൊക്കെ, അത് കുട്ടികളെ കൊണ്ട് കഴിക്കാൻ ശീലിപ്പിക്കുക അവരെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം.